നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള ഒരു ഗ്രേപ്പ് ചെടിയാണ്. ഇതിങ്ങനെ നല്ല വെയിലൊക്കെ വന്നപ്പോഴത്തേക്കും നിറയെയും ബ്രാഞ്ചസൊക്കെ ഗ്രോ ചെയ്യുകയാണ്. ഇപ്പോൾ ഈ സീസണിലാണ് ഇതിൽ ഗ്രേപ്സ് ഉണ്ടാകാൻ തുടങ്ങുന്നത്. ഞാൻ കാണിച്ചു തരാം അതിലുണ്ടായിരുന്ന ഗ്രേപ്സ്. പക്ഷേ ഇതിൻ്റെ ചോട്ടിൽ നിറച്ചും ബ്രാഞ്ചാണ്, കാട് പോലെ കയറിയേക്കുവാണ്. നമുക്കിതിങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഈ ചെടിയുടെ ചോട്ടിലോട്ട് വെയിലൊന്നും കിട്ടുകയില്ല. അപ്പം നമ്മളിതിൻ്റെ കുറച്ച് ബ്രാഞ്ച് കട്ട് ചെയ്ത് കളയും. ഒരു വിഷമമുള്ള കാര്യമാണ്. നല്ലതായിട്ട് കിളുത്തിട്ടുണ്ട്, നല്ല ലീഫൊക്കെയാണ്. പക്ഷേ നമ്മളത് ചെയ്തില്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഉണ്ടാകുന്ന ഗ്രേപ്സ് ഫംഗസ് പിടിച്ച് കേടുവന്ന് പോകും. അപ്പം ഇങ്ങനെ ചോട്ടിലെല്ലാം വെട്ടിത്തെളിക്കണം. അധികം ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ഈ തണ്ട് കമ്പോസ്റ്റിലിട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒന്ന് വെട്ടിയതാണ്, ഒരു സമ്മറിൻ്റെയൊക്കെ തുടക്കത്തിൽ. പക്ഷേ ഇപ്പം വീണ്ടും നല്ലപോലെ കിളുത്തു, നല്ല സ്ട്രോങ് ആയി. നമുക്ക് വിഷമാണിത് വെട്ടിക്കളയാനായിട്ട്. അങ്ങനെ ചുവടൊന്ന് തെളിച്ചുകൊണ്ടിരിക്കുന്നു. ചുവട്ടിലെ എല്ലാ ബ്രാഞ്ചും കളയണം. ചുവട് ക്ലിയറായി. ഇനി നമുക്ക് വേണ്ടാത്ത ഏത് ബ്രാഞ്ചാണെന്ന് നോക്കിയിട്ട് അതെല്ലാം വെട്ടിക്കളയണം. ഇനി മേലോട്ട് വരുമ്പോൾ പിന്നെയും കുറേയുണ്ട് വെട്ടിക്കളയാനായിട്ട്. ഒരു മുന്തിരിക്കൊലയും കൂടി കളഞ്ഞു, അത് സാരമില്ല. കുറേ നമ്മൾ ഇടയ്ക്ക് മുന്തിരിയുടെ കൊലകൾ കളയണം, അല്ലെങ്കിൽ ഒത്തിരി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മൂത്ത് കിട്ടത്തില്ല. ഒത്തിരി ലേറ്റായിട്ട് വെട്ടിക്കഴിഞ്ഞാൽ അതും ചെടിക്ക് നല്ലതല്ല. അപ്പം സീസണിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ വേണ്ടാത്ത തണ്ട് ഒക്കെ നോക്കി കളയണം. ഇതൊക്കെ പഴയ വുഡാണ്, കുറേ നാൾ മുമ്പ് ഞാൻ വെട്ടിക്കളഞ്ഞാണ്. അപ്പം അതിൻ്റെ അറ്റമാണ്. ഇതിലൊക്കെ മുന്തിരിങ്ങ ഉണ്ടായിട്ടുണ്ട്. ഒരു 3-4 മാസം കഴിയുമ്പോഴത്തേക്കും അതൊക്കെ മുഴുത്ത് കിട്ടും. അങ്ങനെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് ഇങ്ങനെ കയറി കിടക്കും. ഇവിടെ നിന്നൊക്കെ നിറയെ കിളുത്തിട്ടുണ്ട്. അതും നമ്മൾ പതുക്കെ എടുത്ത് അടർത്തി കളയും. എല്ലാ വർഷവും നിറച്ചും മുന്തിരി ഉണ്ടാകും. കൊലകളുണ്ടായത് തുടങ്ങിയിരിക്കുന്നു. ഇതൊക്കെ കൊലകളുണ്ട്, കണ്ടോ? ഇങ്ങനെയുണ്ട്. ഉണ്ടാകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ, നിറച്ചും ഉണ്ടായി കഴിയുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ നമ്മുടെ ആ പ്രദേശത്തിന് അനുസരിച്ചുള്ള മുന്തിരികൾ നോക്കി വാങ്ങണം. കാരണം ചില സ്ഥലത്ത് പെട്ടെന്ന് വിൻ്റർ വരും, അപ്പം ഈ മുന്തിരിങ്ങ ഒന്നും മൂത്ത് കിട്ടത്തില്ല. അപ്പോൾ അത് നോക്കിയിട്ട് വേണം വാങ്ങാൻ. ഇത് ഗ്രീൻ ഗ്രേപ്സ് ആണ്, സീഡ്ലെസ് ഗ്രീൻ ഗ്രേപ്സ്. ഇപ്പോൾ ഒരുമാതിരി ആയിട്ടുണ്ട്. നിറയും കൊലയുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് കുറച്ച് മുന്തിരിക്കൊലകളൊക്കെ വെട്ടിക്കളയണമെന്നാണ് പറയുന്നത്. അതെനിക്ക് ചിലപ്പം ഭയങ്കര സങ്കടം അത് ചെയ്യാനായിട്ട്. പക്ഷേ എന്നാലും ഒത്തിരി അടുത്തടുത്തുണ്ടെങ്കിൽ ഞാൻ അത് റിമൂവ് ചെയ്യാറുണ്ട്. ഇതിങ്ങനെ മേലോട്ട് നിറച്ചും പടർന്ന് കയറിയിട്ടുണ്ട്. അല്ലെ തന്നെ ഇത് കാണാൻ നല്ല രസമാണ്, അങ്ങനെ ഈ വൈൻ കാണാനായിട്ട്.
നിറയെ മുന്തിരിക്കൊല ഇവിടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഈ തണ്ടിങ്ങനെ നീണ്ട് ഒത്തിരി നീളത്തിൽ, കുറേ മീറ്ററോളം നീളത്തിൽ വളർന്നു പോകും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ആ കുറച്ച് എണ്ണത്തിൻ്റെയൊക്കെ അറ്റവും കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അങ്ങനെയാകുമ്പം ഈ സീസൺ ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഫ്രൂട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഒരുമാതിരിയൊക്കെ കട്ട് ചെയ്തു. ഇനി പുതിയ ഷൂട്ട് വരുമ്പോഴത്തേക്കും അത് നോക്കി കട്ട് ചെയ്തുകൊണ്ടിരിക്കണം. എനിക്ക് ഒത്തിരി നീണ്ടു പോകണ്ട, കാരണം അടുത്ത് ഒത്തിരി സപ്പോർട്ട് കൊടുക്കാനായിട്ട് അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഏകദേശം നമ്മുടെ ഗ്രേപ്പ് വൈൻ്റെ പ്രൂണിങ് കഴിയാറായി. ഇനി അങ്ങനെ ഒന്നുകൂടി ഒന്ന് കെട്ടിയൊക്കെ വെച്ച് നല്ല സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വർഷം നല്ല വീട്ടിലുണ്ടായ മുന്തിരി എൻജോയ് ചെയ്യാം. പിന്നെ വലിയ ലീഫുകളുണ്ടെങ്കിൽ അതും കൂടി കളയണം. കാര്യം അതും ഈ സൺലൈറ്റിനെയൊക്കെ തടഞ്ഞു നിർത്തും. നല്ല കാറ്റോട്ടവും വെളിച്ചവും വെള്ളവും വളവും ഒക്കെ വേണം ഇത് നന്നായിട്ട് ഗ്രോ ചെയ്യാൻ.